ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഹോളിഡേ വ്ലോഗുമായിട്ടാണ്. എൻ്റെ ഹോളിഡേ റൊട്ടീൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ജാനുവരി 26 ആണ്. ഇന്ന് ഹോളിഡേ ആണ്. ഈ ഹോളിഡേയിലെ റൊട്ടീനാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹോളിഡേയ്സിൽ 7 o'clock ആകുമ്പോഴേക്കും കിച്ചണിക്ക് പോവാറുള്ളൂ. ഫസ്റ്റ് സ്ട്രോങ് ടീയിലാണ് ദിവസം തുടങ്ങൽ. ഇന്നും അതേപോലെ തന്നെയാണ്. എല്ലാ ഹോളിഡേയ്സും ഒരേപോലെ ആവണമെന്നില്ല. ഇന്ന് വീട്ടിലാണ്, ചില ദിവസങ്ങളിൽ ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഹോളിഡേയ്സിലെ റുട്ടീൻ വേറെ പോലെ ആവും. ഏതായാലും നമുക്ക് ഇന്നത്തെ ഹോളിഡേൻ്റെ റുട്ടീൻ കാണാം. ചായ റെഡിയായി. ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് റെഡിയാക്കും. ഇന്നലെ ദോശക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അത് പൊന്തി വന്നിട്ടുണ്ട്. ദോശക്ക് ഇന്ന് തേങ്ങാ ചട്നി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഇതിൻ്റെ മുന്നേ ഞാൻ തേങ്ങാ ചട്നീൻ്റെ റെസിപ്പി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തേങ്ങാ ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. ചട്നി റെഡിയായി. ഇനി ദോശക്കുള്ളത് റെഡിയാക്കാം. നോൺ സ്റ്റിക്ക് പാനിനേക്കാൾ ഈ ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയിലാണ് ദോശ നന്നായിട്ട് വരിക. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദോശച്ചട്ടിയാണിത്. സാധാരണ ദോശ അല്ലാതെ നെയ് റോസ്റ്റ് മോഡലിൽ ദോശ കഴിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. നെയ്യെല്ലാം ചേർത്തിട്ട് അങ്ങനെ കഴിക്കാനാണ് ഇവിടെ ഇഷ്ടം. ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു ചെറിയ ടിപ്സ് പറയാം. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ദോശക്ക് ഈ ബ്രൗൺ കളർ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവ ചേർത്താൽ മതി. ഉലുവ ചേർത്താൽ ദോശക്ക് ഈ കളർ കിട്ടും. കളറ് മാത്രമല്ല, നല്ല സ്മെല്ലും കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. 8 o'clock ആയി. ഹസ്ബൻഡിന് പോവാൻ ടൈമായി. ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ അത് ഹോളിഡേയ്സിൽ ആ ട്യൂഷൻ സെൻറ്റർ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഹോളിഡേയ്സിൽ മോർണിംഗ് പോയാൽ പിന്നെ ഹസ്ബൻഡ് വരിക ലഞ്ചിനാണ്. ഇവിടെ ക്ലീനിങ്ങിന് ഒരു ചേച്ചി വരാറുണ്ട്. അപ്പോൾ ഈ അടിച്ച് വാരൽ തുടക്കൽ ഇതെല്ലാം ചേച്ചിയാണ്. ഹസ്ബൻഡിന് ഗാർഡനിങ് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എവിടെ ചെടി കണ്ടാലും വാങ്ങിയിട്ട് വരും. അപ്പോൾ ഈ മുട്ടൻ്റെ തൊലി, ഫ്രൂട്ട്സിൻ്റെ തൊലി ഇതെല്ലാം ചെടിക്ക് ഇട്ട് കൊടുക്കൽ നിർബന്ധമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം മൊബൈലിൽ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞൊരു 11 o'clock കഴിഞ്ഞിട്ടാണ് ലഞ്ചിന് ഉള്ളത് റെഡിയാക്കൽ. ഇന്ന് ലഞ്ച് ഏതായാലും ഹോളിഡേ ആയതുകൊണ്ട് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാം. വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾ ബിരിയാണി നമ്മൾ സാധാരണ ബിരിയാണി നെയ്ച്ചോറ് വെക്കുന്ന പച്ചരി കൊണ്ട് വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവും. പണിയെല്ലാം തുടങ്ങുന്ന മുന്നേ ഫസ്റ്റ് തന്നെ അരി കഴുകിയിട്ട് വെള്ളം വാരാൻ വെക്കും. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, പൊട്ടാറ്റോ, ബീൻസ്, ഗ്രീൻ പീസ്,
വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഏലക്ക, ഗ്രാമ്പു, പട്ട പൊടിച്ചതാണത്, പിന്നെ പുതിന, മല്ലി, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇതാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. പാത്രം നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യ് ചേർത്തു. നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരിയും ചേർത്തു. ഇത് രണ്ടും കൂടെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പിന് പകരം ബദാം ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബദാമാണെങ്കിൽ ആദ്യം വെള്ളത്തിലിട്ടിട്ട് പൊതിർത്തിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇടാൻ. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഫ്രൈ ചെയ്തതിന് ശേഷം അത് വേറെ മാറ്റി വെച്ചു. എന്നിട്ട് ഇതിൽ തന്നെയാണ് നമ്മൾ ചോറുണ്ടാക്കാൻ പോണതും. കുറച്ചും കൂടെ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ചേർക്കണം. അത് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ആ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ഉള്ളി വേഗം വാടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം. ഉള്ളി ബ്രൗൺ കളർ ആയതിനു ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനിതിൽ തൈര് ഒഴിക്കുന്നില്ല. തൈരോ ലെമനോ ഒഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും. പുളിപ്പ് വേണമെന്നുള്ളവർ അതും കൂടെ ഒന്ന് ചേർത്താൽ മതി. നെക്സ്റ്റ് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ്, ഗ്രീൻ പീസ്, പൊട്ടറ്റോ, ക്യാരറ്റ് ഇത് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്നിച്ച്. വെജിറ്റബിൾ ബിരിയാണി നമ്മൾ നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഇതിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് പുതിന ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കരിവേപ്പില അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ക്ലോസ് ചെയ്ത് വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇതിലിട്ടിട്ടുള്ള ഗ്രീൻ പീസ്, ക്യാരറ്റ്, പൊട്ടറ്റോ, ബീൻസ് ഇതെല്ലാം കുക്കാവുന്നവരെ നമ്മളൊന്ന് കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിയില കുറച്ച്, പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല, പെപ്പർ, ജീരകപ്പൊടി ഇത് മൂന്നും ചേർത്തു. എന്നിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. വെള്ളം വേണമെന്ന് തോന്നിയാൽ ഒരു 3-4 സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് പാത്രം ക്ലോസ് ചെയ്ത് വെക്കാം ഇത് കുക്കാവുന്ന വരെ. വെജിറ്റബിൾസ് എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരി എത്രയാണോ എടുത്തത് അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിക്കണം. വെള്ളം കുറച്ച് കൂടുതലായാലും പ്രശ്നമില്ല. ഈ അരി വെള്ളം നല്ലോണം വേണം. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. സാധാരണ പച്ചരിയിലാണ് ഈ റൈസ് വെക്കുന്നതെങ്കിൽ കറക്റ്റിൽ തന്നെ വെള്ളം എടുക്കണം. വെള്ളം കൂടുതലായാൽ ചോറിൻ്റെ വേവും കൂടുതലായി പോവും. ഉപ്പ് ചേർത്തതിന് ശേഷം പാത്രം ക്ലോസ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കാം. വെള്ളം നല്ലോണം തിളക്കണം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം
അതിലേക്ക് ഫസ്റ്റ് നമ്മൾ കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പാത്രം ക്ലോസ് ചെയ്ത് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനും സാധാരണ ബിരിയാണീൻ്റെ ടേസ്റ്റും സ്മെല്ലും തന്നെ ആയിരിക്കും. ചോറ് കുക്കായി വരുന്നുണ്ട്. റെഡിയായി. ഇന്നത്തെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇതിൻ്റെ മേലെക്കൂടെ 1-2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തതിന് ശേഷം പാത്രം ഒരു 2 മിനിറ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിയില ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴും കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ബാക്കിയുള്ളത് ഫുള്ളും ഇതിലേക്ക് ഇട്ടു. എഗെയിൻ ഒരു 2 മിനിറ്റ്സ് പാത്രം ക്ലോസ് ചെയ്ത് വെക്കണം. 2 to 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പാത്രം തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയില, പുതിന ഇത് രണ്ടും എത്ര കൂടിയാലും ബിരിയാണിക്ക് നല്ല ടേസ്റ്റും സ്മെല്ലും കിട്ടുന്നതാണ്. വെജിറ്റബിൾ ബിരിയാണി റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ ലഞ്ചിനുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡിയായി. എപ്പോൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു സ്വീറ്റ് എന്തെങ്കിലും വേണം. ഇന്ന് അതിന് ടൊമാറ്റോ സ്വീറ്റ് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത്. തക്കാളി പച്ചടി എന്നാണ് ഇതിന് പറയുക. ഫസ്റ്റ് തക്കാളി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യ് ചേർത്തു. നെയ്യ് ചൂടായതിനു ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ല, ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ അരച്ച് വെച്ച തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആയാലും വളരെ നല്ലതാണ്, അടി പിടിക്കൂല. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാത്രം ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യാം. എഗെയിൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം. ഞാൻ മിൽക്ക് മെയ്ഡ് ഇതിൽ ചേർത്തിട്ടില്ല. തക്കാളി പച്ചടി റെഡി ആയിട്ടുണ്ട്. തമിഴ്നാട് സൈഡിലെല്ലാം ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ തക്കാളി പച്ചടി എന്തായാലും ഉണ്ടാവും. തക്കാളി പച്ചടി റെഡി ആയിട്ടുണ്ട്. 2 o'clock ഹസ്ബൻഡ് എത്തി. ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞു. ലഞ്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ റെസ്റ്റ് എടുക്കും. പിന്നെ ഈവനിങ് ടീ അധികവും അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് ആവും. എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്നാക്സ് എല്ലാം ഹോം മെയ്ഡ് ഉണ്ടാക്കാറുള്ളൂ. ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഹസ്ബൻഡ് വേഗം ചെടി നനയ്ക്കുകയാണ്. ഹസ്ബൻഡിന് ചെടി ഭയങ്കര ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞല്ലോ. ചെടി വാങ്ങാനുമാണ് ഒന്നിപ്പോൾ പോകുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട്. ചെടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാം ഹസ്ബൻഡാണ്. എനിക്കതിനെക്കുറിച്ച് വല്ലാതെ ഐഡിയ ഇല്ല. ഏതെല്ലാം ചെടിക്ക് വെള്ളം കൂടുതൽ വേണം, ഏതെല്ലാം ചെടിക്ക് വെള്ളം വേണ്ട, ഇതെല്ലാം എന്നെക്കാൾ അറിയാം ഹസ്ബൻഡിനാണ്. അതുകൊണ്ട് ചെടീൻ്റെ സൈഡ് ഞാൻ വല്ലാതെ ശ്രദ്ധിക്കാറില്ല.
എത്ര ബിസി ആണെങ്കിലും ചെടി നനയ്ക്കാനും ചെടി മെയിൻറ്റെയിൻ ചെയ്യാനും സമയം കണ്ടെത്തും. അത്രയ്ക്കും ഇഷ്ടമാണ് ചെടീനോട്. പർച്ചേസിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരു 4:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് ചെടിച്ചട്ടി വാങ്ങാനാണ് പോണത്. നെയ്ബറിന് അതിൻ്റെ ബിസിനസ്സാണ്, അവിടെയാണ് പോണത്. വീടിൻ്റെ തൊട്ടടുത്താണ് അതുള്ളത്. ചെടിച്ചട്ടി തന്നെ പല മോഡലിലും ഇവിടെ ഉണ്ട്. ഞങ്ങളൊന്നും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല, ഏത് വാങ്ങണം വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഏതായാലും ഫസ്റ്റ് ചെടി വാങ്ങി വരാൻ തീരുമാനിച്ചു. ചെടി വാങ്ങാൻ പോണത് വലമ്പൂർ ഇമേജിലേക്കാണ്. അവിടെ ഒരുപാട് ചെടീൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇമേജിലെത്തി. ഇവിടെയാണ് അധികവും ചെടികൾ വാങ്ങാറുള്ളത്. ചെടികളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഉള്ളിലൊരു ചെറിയ പാർക്കും ഇപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. എൻട്രി ഫീ 10 റുപ്പീസാണ് ഇവിടെ. ഈ സ്ഥലം ഫുള്ള് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സമയമാവും. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സ്ഥലം മാത്രം ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓട് വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്, ചെടി വെക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ചെടി വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. ഇനി നെക്സ്റ്റ് പോണത് പർച്ചേസിന് വേണ്ടിയിട്ടാണ്. പർച്ചേസിന് വേണ്ടിയിട്ട് ബിസ്മിയിലേക്കാണ് പോയത്. എപ്പോഴും ഒന്നും ബിസ്മിക്ക് പോവാറില്ല. ഇന്ന് ആ ഭാഗത്തേക്ക് പോയതുകൊണ്ട് ബിസ്മിയിലേക്ക് കയറി. സൂപ്പർ മാർക്കറ്റിക്ക് പർച്ചേസിന് പോണ സമയത്ത് ആദ്യം ലിസ്റ്റ് റെഡിയാക്കി വെച്ച് പോണതാവും നല്ലത്. അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ സാധനങ്ങളും വാങ്ങും. ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും ലിസ്റ്റ് ആദ്യം റെഡിയാക്കി വെച്ചിട്ടാണ് പോകാറുള്ളത്. അതുകൊണ്ട് സാധനങ്ങൾ ഈസി ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും. മാത്രമല്ല ടൈമും സേവ് ചെയ്യാൻ പറ്റും. ഇവർ ഇവിടുത്തെ സ്റ്റാഫാണ്. ഹസ്ബൻഡിന് നേരത്തെ പരിചയമുള്ള ആളാണ്. ഇവിടെ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും വാങ്ങിച്ചു.
നട്ട്സിൻ്റെ കൂട്ടത്തിൽ ഒരു വെറൈറ്റി കണ്ടു. അപ്പോൾ അതെന്താണെന്ന് അവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ലോട്ടസിൻ്റെ സീഡാണെന്ന്. ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് അത് കാണുന്നത് ഇവിടെ. ഇത് നിലക്കടലയാണ്. ഇത് ജസ്റ്റ് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ബോയിൽ ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണത്. ഞങ്ങളെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ബിസ്മീൻ്റെ അടുത്തുള്ള സ്ഥലമാണത്. ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു അവിടെ. ഹസ്ബൻഡ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഇതാണ് ഈ ഹോളിഡേയിലെ ഇന്നത്തെ റുട്ടീൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി വേറെ ഒരു വ്ളോഗുമായിട്ട് കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. Okay friends, thank you for watching. Bye bye. Assalamu alaikum.